ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷസ് ട്രൈ മൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റംദാൻ സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പപ്പൻസ് ഇല്ലേ, കഷ്ണമീനുകളിലൊന്നാണ് പപ്പൻസ്, അതാണ് എടുത്തത്. ഒരു 6 പീസ് പപ്പൻസാണ് എടുത്തത്. അപ്പോൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടി നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ ഫിഷിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ഏത് കഷ്ണം മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ പപ്പൻസാണ് എടുത്തത്. നെയ്മീനോ സ്രാവോ ഏത് മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മപ്പാസിന് വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. 6 പീസാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1 കിലോ ഒന്നും ഉണ്ടാവില്ല, അതിൽ കുറവായിരിക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച പപ്പൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഭയങ്കര ഡീപ്പായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം മപ്പാസ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. തേങ്ങാപ്പാലൊക്കെ എടുക്കണം, എന്നാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ഇൻഗ്രീഡിയൻസും ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ മീൻ പൊരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്കിനി തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ബൗളിൽ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2ാം പാലാണ് ഞാൻ 1 ബൗൾ എടുത്തത്. അതേപോലെ 1ാം പാൽ വേണം. 1ാം പാൽ ഞാനിത് ഈ ഒരു കപ്പിന് ഫുള്ളാണ് എടുത്തത്. 1 മുറി തേങ്ങേൻ്റെ പാലാണ് എടുത്ത് വെച്ചത്. ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവോള നീളങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 തക്കാളി. വെളുത്തുള്ളി ഞാൻ വലിയതാണ് എടുത്തത്, അതിനോണ്ട് 4 എടുത്തിട്ടുള്ളൂ. ചെറുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുക്കുക. പിന്നെ 4 ചീരാമുളക്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ 2-3 തണ്ട് കറിയില, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ പൊരിഞ്ഞ് എന്തായി നോക്കാം. അപ്പം നമുക്കൊന്ന് മറച്ചിട്ട് വേവിക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പോൾ വല്ലാണ്ട് ഫ്രൈ ആക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ മറിച്ചിടുന്നുണ്ട്. അതൊന്ന് റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി ഒക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഇതാ പൊരിഞ്ഞതിന് ശേഷം ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ അതിലേക്കൊന്ന് മാറ്റി വെച്ചതാണ്. ഓക്കെ, ഇനി ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ബാക്കി മപ്പാസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ മീൻ പൊരിച്ച വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മളിപ്പോൾ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. 2 സവാള നീളങ്ങനെ അരിഞ്ഞതാണ് എടുത്തത്. ഇതിനൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടു പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ആ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഉലുവ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഞാൻ സൈഡാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് ലേശം ഉലുവി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ സവാളയിലേക്ക് നമുക്കത് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും അതേപോലെ കറിയിലയും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മീൻ പൊരിച്ച ആ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഉലുവയാണ് കേട്ടോ പൊട്ടിക്കേണ്ടത്. ഞാൻ വിട്ടതുകൊണ്ടാണ് ഇതൊന്ന് മാറ്റി ചെയ്തത്. ഓക്കെ, എന്നിട്ട് തക്കാളിയും കറിയിലും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒരു ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ലേശം ഉപ്പും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇതൊന്ന് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമല്ലിപ്പൊടിയാണ് ചേർത്തേണ്ടത്. അതൊരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതില്ലാത്തതിനെ കൊണ്ട് സാധാ മല്ലിപ്പൊടിയാണ് ചേർത്തത്. പക്ഷേ നിങ്ങൾ പച്ചമല്ലിപ്പൊടി ചേർത്തുക, ഒരു 1.5 സ്പൂൺ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ ഇപ്പോൾ ലേശം ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തുന്നില്ല. അപ്പോൾ 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ പൊരിക്കുന്നതിലൊക്കെ നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്താഞ്ഞത്. നല്ല എരിവ് വേണ്ടവർ ലേശം കുരുമുളക് പൊടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി 2ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരണം. കണ്ടോ, അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ മീനും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ മപ്പാസ് പുട്ടിൻ്റെയും പത്തിരീൻ്റെയും നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി നല്ല കോമ്പിനേഷനാണ്. ഫിഷ് മോളീൻ്റെ വേറൊരു ടൈപ്പാണ് ഈ മപ്പാസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം.
നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാം, നല്ല അടിച്ചുപൊളി റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മലബാർ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം ഞാനിതാ 1-ാം പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു തിള വന്നാൽ മതി. അപ്പോൾ നമുക്ക് കറിയിലിട്ട് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് അധികം നമ്മൾ വേവിക്കരുത്. അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിടുകയാണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ നല്ല അടിച്ചുപൊളിയായിട്ടുള്ള ഫിഷ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. അടുത്ത വീഡിയോന് കാണാം. താങ്ക്